ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പറയാനുള്ളത് ഹെർബർട്ട് സ്പെൻസറിനെ കുറിച്ചാണ്. സ്പെൻസർ എന്ന് പറയുന്നത് ആദ്യകാലങ്ങളിൽ സോഷ്യോളജിക്ക് സയൻറ്റിഫിക് ആയിട്ടുള്ള മേഖലയിലേക്ക് വളരാനായിട്ടുള്ള വലിയ കോൺട്രിബ്യൂഷൻസൊക്കെ നൽകിയിട്ടുള്ള ആളാണ്. അദ്ദേഹം ബേസിക്കലി ഒരു ബയോളജിസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ബയോളജിക്കലായിട്ടുള്ള തിയറീസ് നേരെ സോഷ്യോളജിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും കമ്പാരിറ്റീവ് സ്റ്റഡീസ് നടത്തുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അനലോഗി എന്നൊക്കെ പറയുന്ന സ്റ്റഡിയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട സ്റ്റഡീസ് എന്ന് പറയുന്നത്, മീൻസ് കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. അദ്ദേഹം സോഷ്യൽ ഡാർവിനിസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ചാൾസ് ഡാർവിൻ എന്തെല്ലാം സംഭാവനകൾ ശാസ്ത്രലോകത്തിന് തന്നോ അല്ലെങ്കിൽ ബയോളജിക്ക് തന്നിട്ടുണ്ടോ അതേപോലെ തന്നെ സിമിലറായിട്ടുള്ള സംഭാവനകളാണ് സ്പെൻസർ സോഷ്യോളജിക്ക് നൽകുന്നത്. ഓക്കെ, അപ്പം സ്പെൻസറിനെ കുറിച്ചും ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സസ് ഞാൻ സെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നിർബന്ധമായിട്ടും കാണണം കേട്ടോ. സ്പെൻസറുടെ അഭിപ്രായത്തിൽ സൊസൈറ്റി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് പുരോഗതി പ്രാപിക്കുന്ന ഒന്നാണ് എന്നാണ് അദ്ദേഹം കണ്ടെത്തുന്നത്. അദ്ദേഹം പ്ലാന്റ്സിനെയും ആനിമൽസിനെയും ഒക്കെയാണ് പ്രധാനമായിട്ടും സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോട് കമ്പയർ ചെയ്യുന്നത്. ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണോ കാലത്തിനനുസരിച്ച് പുരോഗമിക്കുന്നത്, കാലത്തിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യപ്പെടുന്നത്, ആ ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രമേ നിലനിൽക്കുള്ളൂ. അല്ലാത്തതൊക്കെ പെരിഷായിപ്പോകും. ഇദ്ദേഹം സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ലോ ഓഫ് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്ന ലാമാർക്കിൻ തിയറിയൊക്കെ സോഷ്യോളജിയിലേക്ക് അപ്ലൈ ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ സൊസൈറ്റിയെ ഒരു ഓർഗാനിസമായിട്ടാണ് അദ്ദേഹം കാണുന്നത്. നമ്മുടെ ഫങ്ഷണലിസം എന്ന് പറയുന്ന ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട് സോഷ്യോളജിയിൽ. അപ്പം ഈ ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവിൻ്റെ ഒരു പ്രധാനപ്പെട്ട അടിത്തറ എന്ന് പറയുന്നത് ഈ ഒരു സ്പെൻസറുടെ ഓർഗാനിക് അനലോഗിയാണ്. ഓക്കെ, എങ്ങനെയാണ് ഒരു ഓർഗാനിസം നിരവധിയായിട്ടുള്ള അവയവ വ്യവസ്ഥകൾ ഒത്തുചേർന്ന് ഹാർമോണിയസ് ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ ഫങ്ഷണൽ ആകുന്നത്. അതുപോലെ തന്നെയാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഘടകങ്ങൾ ഒത്തൊരുമിച്ച് ഹാർമോണിയസ് ആയിട്ട് പ്രവർത്തിച്ച് പോസിറ്റീവായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ആ സിസ്റ്റത്തിന് നൽകുമ്പോൾ സൊസൈറ്റിയും ഫങ്ഷണൽ ആവുന്നത് എന്നൊക്കെയാണ് സ്പെൻസറുടെ ഓർഗാനിക് അനലോഗി സ്ഥാപിച്ചെടുക്കുന്നത്. ഓക്കെ, കാലാന്തരത്തിൽ പിന്നീട് വന്നിട്ടുള്ള സോഷ്യോളജിസ്റ്റുകൾ ഈ സോഷ്യൽ ഡാർവിനിസത്തിനെയും ഓർഗാനിക് അനലോഗിനെയൊക്കെ ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഫോൾസിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു സംഗതി ഇതിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതൊരു ട്രൂ ആയിട്ടുള്ള ഒരു സ്റ്റഡിയല്ല, സയൻറ്റിഫിക് ആയിട്ടുള്ള എവിഡൻസിൻ്റെ ബേസിലുള്ള സ്റ്റഡിയല്ല. ഹീസ് ജസ്റ്റ് ഒരു ഇമാജിനറി ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൂട്ടുകയാണ് സ്പെൻസർ ചെയ്തിട്ടുള്ളത് എന്നുള്ള ക്രിറ്റിസിസം ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനുശേഷം കാൾ പോപ്പറിനെ പോലുള്ള റിസർച്ച് സയൻറ്റിസ്റ്റുകളെല്ലാം തന്നെ ഇദ്ദേഹത്തിനെ വളരെയധികം ക്രിട്ടിസൈസ് ചെയ്യുന്നതായിട്ട് നമുക്ക് പിന്നീട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഇത്രയുമാണ് നമുക്ക് സ്പെൻസറിനെ പറ്റി ഫസ്റ്റ് ചാപ്റ്ററിൽ പറയാനുള്ളത്. സോ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ്, സ്പെൻസറിനെ പറ്റിയിട്ട് ബേസിക് നോളജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ ലിങ്ക്സൊക്കെ യൂസ് ചെയ്യണം. ഓക്കെ, സോ ഹിയർ ബൈ വി ആർ വൈൻഡിങ്. താങ്ക് യു.